വിഷമിക്കരുത്. മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. ഇങ്ങനെ ഒരു വിധിയെഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അതെ, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായിട്ടാണ് നമ്മളെ പറ്റിയത്. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ കറക്റ്റാണല്ലേ? നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു? കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്. അത് ഇന്നത്തെ ചുറ്റുപാട് നിങ്ങളുടെ പാർട്ടിയിലുള്ളവർ തന്നെ നിങ്ങളെ വിമർശിച്ചു. പക്ഷേ ഇതുപോലത്തെ ഒറ്റ പീസേ ഉള്ളൂ, ഇതുകൂടെ തീർന്നാ വംശനാശം. സ്നേഹിച്ചു പോയതുകൊണ്ട് പഴയ കുറച്ച് ഐതിഹ്യങ്ങളും കുറച്ച് സഖാക്കളും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരെ പിന്തുടർന്ന് അവരെ സ്നേഹിച്ച് ഈ ഒരു പാർട്ടിയിലൊക്കെ എത്തിയേ ഇപ്പൊ പാർട്ടിയിലുള്ള ആൾക്കാരുടെ പ്രവൃത്തി കാരണം ഈ പാർട്ടിയെ വെറുത്ത് കൊടി പിടിക്കേണ്ടി വന്നതുകൊണ്ട് കൊടി പിടിക്കുകയും മാറ്റി വോട്ട് കുത്തുകയും ചെയ്യുന്ന ആ സാഹചര്യത്തിലൂടെയൊക്കെയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. 100% ഞാൻ യോജിക്കുന്നു. ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. എന്തേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എങ്ങനെ? ഇവരെ വിദ്യാഭ്യാസം എല്ലാവർക്കും വന്നു എന്നാണ് പറയുന്നത്. അത് ശരി, നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു. ഞാനൊരു പൊട്ടൻ. ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ വിജയിച്ചു വന്ന ദിവസമായിരിക്കും മെയ് 4-ാം തീയതി. ഇവിടെ എനിക്കൊരു സ്പെഷ്യൽ നിമിഷം കൂടി അവസാനിപ്പിക്കാം. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് എന്ന വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്വീകരണത്തിന് 1000 നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഒരു വാക്ക് സംസാരിക്കാൻ. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എന്റെ കിളി പോയി സാറേ. ഞാനൊക്കെ പറയാണ്, അഖിൽ രാജ് എന്ന അഖിൽ മാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9,161 വോട്ടുമായി 3-ാം സ്ഥാനത്താണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 1-ാം സ്ഥാനത്താണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആം ആദ്മി പാർട്ടി കഴിഞ്ഞാൽ അടുത്തത് അഖിൽ രാജാണ്. താഴെ നിന്ന് മുകളിലോട്ട് ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, കുറച്ചു മുമ്പ് ചാണ്ടി ഉമ്മൻ പങ്കുവെച്ച ഒരു ഫോട്ടോയുണ്ട്. നമ്മൾ ജയിച്ചു അപ്പ എന്നുള്ളതാണ്. നീ പകപോക്കാണല്ലേടാ. ഈ മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന ഒരു ചിത്രം ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോയോടൊപ്പം കോൺഗ്രസിന്റെ മുഴുവൻ ഹാൻഡിലുകളും നിറയുന്നത് നമുക്ക് ഈ ദിവസം കാണാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ ഈ ദിവസം തന്നെ പറഞ്ഞു പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതികരണം. ഇപ്പോൾ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. താനൂർ ചക്കദിനം ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയത് കേട്ടു. തമ്പാനൂർ ചെന്നപ്പോ മാവില ചക്ക കാക്കി. മാവില ചക്ക തിന്നാൻ പാടുണ്ടോ? മാവില നന്നായിട്ടുണ്ട്. എങ്ങനെ സഹിക്കൂ ഈ സ്ത്രീ? എങ്ങനെ സഹിക്കൂ ഈ സ്ത്രീ? ഞങ്ങളുടെയൊക്കെ MLA ആണ്. അതെ അതെ അതെ, രണ്ടുപേരും സോപ്പിട്ടോ, പക്ഷെ പതപ്പിക്കരുത്. എല്ലാരും വിളിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പം അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്റെ അച്ഛൻ എപ്പോഴും ഇപ്പൊ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരെന്താ ഉറപ്പിച്ച്, എന്തുകൊണ്ട് അങ്ങനെ വിളിച്ചെന്നൊക്കെ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.